എല്ലാവർക്കും നമസ്കാരം. സുലൂസ് തിയട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചന്ദ്രയാൻ 1 and 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചന്ദ്രയാൻ 3 പഠിച്ചിരുന്നു. ചന്ദ്രയാൻ 1 and 2 കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏത് വിധത്തിലുള്ള പ്രസ്താവന ചോദ്യം വന്നാലും അതിനെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് യുദ്ധം ജയിക്കാൻ വേണ്ടി നമ്മൾ 1 and 2 ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ഈ ക്ലാസ് അവതരിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു പഠിക്കുക. 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന ചോദ്യം. ഉത്തരം 2008 ഒക്ടോബർ 22. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3യും വിക്ഷേപിച്ചത് ജൂലൈയിലാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. ഒരിക്കലും മറക്കരുത്. ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3യും വിക്ഷേപിച്ചിരിക്കുന്നത് ജൂലൈയിലാണ്. ചന്ദ്രയാൻ 1 ഒക്ടോബറിലാണ്. ഇനി 2008 ആ വർഷം നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷവുമായി അതിനെ ലിങ്ക് ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. 195 പേരുടെ ജീവൻ അപഹരിച്ച മുംബൈ ഭീകരാക്രമണത്തിൻ്റെ വർഷമാണ് 2008. അതിനുള്ള മറ്റൊരു പ്രത്യേകത, 2008 നവംബർ 26 എന്ന് പറയുന്ന ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായ നവംബർ 26, ഇന്ത്യയിലെ ഭരണഘടനാ ദിനവും ഇന്ത്യയിലെ നിയമ ദിനവും നാഷണൽ ലോ ഡേ ആൻഡ് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടുള്ള നവംബർ 26 എന്ന പ്രധാനപ്പെട്ട ദിവസമാണ് തീവ്രവാദികൾ മുംബൈയിൽ അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഇത്ര നിങ്ങൾക്കറിയാം. നവംബർ 26, 2008. ഇപ്പോൾ 2008 മറക്കത്തില്ല, നവംബറും മറക്കത്തില്ല. ഇനി ഓർക്കേണ്ട എത്രയാണ്? മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കൃത്യം ഒരു മാസം മുമ്പാണ് നമ്മൾ എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 1നെ വിക്ഷേപിച്ചത്. ഇത്രയും ഓർത്താൽ മതി, പിന്നെ മറക്കില്ല. ഓക്കെ. അപ്പോൾ 2008 ഒക്ടോബർ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 22ൻ്റെ കോഡ് ഞാൻ തന്നാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് ഇത് മറക്കത്തില്ല. നിങ്ങൾക്ക് മറക്കാതിരിക്കാനായി 22ൻ്റെ കോഡ് ഞാൻ തരികയാണ്. കണ്ടോണം. ഇതാണ് കോഡ്. 2 തത്ത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചിത്രശലഭത്തെയും തത്തയും നിങ്ങൾ അവതരിപ്പിച്ചിരുന്നു 23 വേണ്ടി. ഓഗസ്റ്റ് 23, 2023. ഇത് 2 തത്തയാണ്. 2 ഇണക്കിളികളായ 2 തത്തകൾ നമ്മളാരും കാണാതെ ചന്ദ്രയാനകത്ത് കയറിപ്പറ്റി. എവിടെ പോകാൻ? ചന്ദ്രനിൽ പോകാൻ. അങ്ങനെ 2008 ചന്ദ്രയാൻ 1 അയക്കുമ്പോൾ നമ്മളാരും അറിയാതെ 2 ഇണക്കിളികളായിട്ടുള്ള തത്തകൾ ചന്ദ്രയാനകത്ത് കയറിപ്പറ്റി. അവർ ചന്ദ്രയാനിൽ യാത്ര ചെയ്തു. ആ 2 ഇണക്കക്ഷികളാണ്. പക്ഷിയാണ്. പക്ഷിയുടെ കോഡ് 2 ആണ്. 2 പക്ഷികളുടെ കോഡ് 22 ആണ്. പക്ഷിയുടെ കോഡ് 2 പക്ഷി 22. ഇതാണ് സിമ്പിൾ. ഒരിക്കലും മറക്കരുത്. ഈ 2 തത്തകളെ മറക്കരുത്. 22 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 ബഹിരാകാശ പേടകത്തിൻ്റെ പേര് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. അപ്പോൾ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രയാൻ 3 പോലെ സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നില്ല. മറിച്ച് ചന്ദ്രനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പേടകത്തെ വിക്ഷേപിക്കുകയാണ്. മുകളിൽ നിന്ന് താഴോട്ട് ഇടുകയാണ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ആ പേടകത്തിൻ്റെ പേരാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ആ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന് പറയുന്ന ആ പേടകത്തിന് ISRO തന്നെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് MIP, മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ആ കോഡ് നമ്മളിങ്ങനെ എടുക്കുകയാണ്. ചന്ദ്രയാൻ 1ൻ്റെ പേടകത്തിൻ്റെ പേര് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് അഥവാ MIP. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ എത്തിയതെന്ന് 2008 നവംബർ 14. അതെ, 2008 ഒക്ടോബർ 22 നമ്മൾ അയച്ച ചന്ദ്രയാൻ 1 മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിലെത്തിയെന്നാണ്. ആകാശത്ത് നമ്മൾ ചന്ദ്രനിലേക്ക് ഇട്ടു. അതെന്നായിരുന്നു? നവംബർ 14. നവംബർ 14 എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാവുന്ന ഡേറ്റാണ്. ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. രാജ്യത്ത് അതൊരു ചിൽഡ്രൻസ് ഡേ ആണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആണ് നവംബർ 14. അതുകൊണ്ട് ഒരു കാരണവശാലും മറക്കരുത്, 2008 നവംബർ 14 ചന്ദ്രയാൻ 1 ചന്ദ്രനിലേക്ക് നിക്ഷേപിക്കപ്പെട്ടത്. ഓക്കെ. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്ത് നൽകിയ പേര്. അപ്പോൾ ഈ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് നമ്മൾ ഈ ഓർബിറ്റർ എന്ത് ചെയ്തു? ചന്ദ്രനിൽ നിക്ഷേപിച്ചു. എന്നിട്ട് ഓർബിറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. ആ ഓർബിറ്റർ അങ്ങനെ നിക്ഷേപിച്ച ആ സ്പോട്ടിന് നമ്മളൊരു പേര് നൽകി. ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് എന്നുള്ളത് കൊണ്ട് അതിന് നമ്മൾ നൽകിയ പേരെന്താണ്? ജവഹർ പോയിന്റ് എന്നാണ്. മറക്കരുത്, ജവഹർ പോയിന്റാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് വീണ സ്ഥലത്തിൻ്റെ പേര് ജവഹർ പോയിന്റ്. PSLV C11 നമ്മൾ ചന്ദ്രയാൻ 1 നിക്ഷേപിച്ചത്. അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ കണ്ടോണം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C for കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടികൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള പേരാണിത്. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിൻ്റെ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് 11 എന്ന് പറയുന്ന മോഡലാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 1 ലിഫ്റ്റ് ചെയ്തത്. ചന്ദ്രയാൻ 1 നിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായർ. അവിടെയാണ് മലയാളിയുടെ പവർ ഇരിക്കുന്നത്. ചന്ദ്രയാൻ 3 അയക്കുമ്പോഴും ചന്ദ്രയാൻ 1 അയക്കുമ്പോഴും ISRO ചെയർമാൻ മലയാളിയായിരുന്നു. G മാധവൻ നായരാണ് നമ്മുടെ അന്നത്തെ ചെയർമാൻ. G മാധവൻ നായരാണ് അന്നത്തെ ചെയർമാൻ. നമ്മൾ ഈ 3 ഘട്ടത്തിലെയും ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 ആൻഡ് ചന്ദ്രയാൻ 3 ഈ 3 ഘട്ടത്തിലെ ചെയർമാന്മാരുടെ പേര് വെച്ചുകൊണ്ട് നമ്മൾ ചന്ദ്രയാനിൽ പുതിയ പേര് കൊടുക്കുന്നുണ്ട്. ചന്ദ്രയാൻ 1 നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഇതാണ്, മാധവ ചന്ദ്രം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു. ചന്ദ്രയാൻ 3 നമ്മൾ എന്ത് പേര് കൊടുത്തു? സോമചന്ദ്രം. ചന്ദ്രയാൻ 1 പേര് മാധവ ചന്ദ്രം. അടുത്തത് ചന്ദ്രയാൻ 1 പ്രോജക്റ്റ് ഡയറക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രയാൻ 1 പ്രോജക്റ്റ് ഡയറക്ടർ പേര് മയിൽസ്വാമി അണ്ണാദുരൈ എന്നാണ്. നമ്മുടെ കോഡ് കണ്ടോണം. മയിൽ SA മയിൽ സ്വാമി അണ്ണാദുരൈ. മയിൽസ്വാമി അണ്ണാദുരൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ അണ്ണാദുരൈ നമുക്കറിയാം, അദ്ദേഹം DMKയുടെ സ്ഥാപകനാണ്. അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു അണ്ണാദുരൈ. ഇനി മയിൽസ്വാമി എന്ന് പറഞ്ഞാൽ ആരാണ്? മയിൽസ്വാമി എന്ന് പറഞ്ഞാൽ ഹിന്ദു വിശ്വാസം അനുസരിച്ച് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. എന്തായിരുന്നു? താരകാസുരനെ കൊല്ലുക എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം ആ പ്രോജക്റ്റ് നല്ല വ്യക്തമായും ശക്തമായും കൃത്യമായും എക്സിക്യൂട്ട് ചെയ്ത ആളാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ മയിൽസ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ്. എന്തിൻ്റെ? ചന്ദ്രയാൻ 1. ഓക്കെ. അടുത്തത് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്ന് 2019 ജൂലൈ 22. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3യും ജൂലൈയിലാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കേണ്ട ആദ്യം ഈ വർഷമാണ് 2019. 2019 മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും മറക്കാൻ പറ്റുന്നൊരു വർഷമല്ല. അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഉത്തരവിലൂടെ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവികൾ ഇല്ലാതാക്കിയത്. നിങ്ങൾക്കറിയാമായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മുതൽ അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓഗസ്റ്റ് 5, 2019 ആർട്ടിക്കിൾ 370 നമ്മൾ അബ്രോഗേറ്റ് ചെയ്ത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരങ്ങൾ അവസാനിപ്പിച്ചത്. 2019 ഒക്ടോബർ 31 മുതലാണ് ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായി നിലവിൽ വന്നത്. ഇതെല്ലാം പോയിന്റുകളാണ്. അപ്പോൾ 2019 നമ്മളിങ്ങനെ എടുക്കുന്നു. 370ൻ്റെ അബ്രോഗേഷൻ ആ വർഷം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ വർഷം ജൂലൈയിലാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഓക്കെ. ഇനി പഠിക്കാനുള്ളത് 22ൻ്റെ കോഡാണ്. 22ൻ്റെ കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോഡിന് മാറ്റമില്ല. നമ്മളുടെ 2008 ഒക്ടോബർ 22 നമ്മൾ അയച്ച ചന്ദ്രയാൻ 1 കോഡ് എന്തായിരുന്നു? 2 തത്തയായിരുന്നു. ഇതാണ് തത്ത. ഈ 2 തത്തയാണ് അവരെന്ത് ചെയ്തു? ചന്ദ്രയാൻ 2
അയക്കുമ്പോഴും അവരെന്ത് ചെയ്തു, ചന്ദ്രയാൻ 2വിനകത്ത് നമ്മളറിയാതെ കടന്നുകൂടി. 2 തത്തകൾ, തത്ത എന്ന് പറഞ്ഞ പക്ഷിയാണ്, പക്ഷിയുടെ കോഡ് 2ആണ്, 2 തത്തയുടെ കോഡ് 22ആണ്. അടുത്തത് ചന്ദ്രയാൻ 2 ബഹിരാകാശ പേടകത്തിൻ്റെ പേര് വിക്രം. ഇപ്പോൾ ചന്ദ്രയാൻ 1ൻ്റെ പേടകത്തിൻ്റെ പേര് നമ്മൾ കണ്ടു, മൂൺ ഇമ്പാക്റ്റ് പ്രോബ്, MIP. ചന്ദ്രയാൻ 2വിൻ്റെ ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്തായിരുന്നു? വിക്രം എന്നായിരുന്നു. വിക്രം. ആ ബഹിരാകാശ പേടകത്തിൻ്റെ പേര് വിക്രം എന്നായിരുന്നു. ISRO സ്ഥാപിതമായത് എപ്പോൾ? 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO സ്ഥാപിതമായത്. 1969 മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യയിൽ ബാങ്കുകൾ ദേശവൽക്കരിക്കപ്പെട്ട വർഷം. ഇന്ത്യയിൽ ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെട്ട വർഷമാണ് 1969. അന്ന് അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അവരുടെ കാലത്തെ 2 പ്രധാനപ്പെട്ട സംഗതികളാണ് ISROയുടെ രൂപീകരണം ഓഗസ്റ്റ് 15, 1969, ഇന്ത്യയുടെ ബാങ്കുകളുടെ ദേശവൽക്കരണം 1969. വിക്രം എന്ന പേരിൻ്റെ പ്രചോദനം നമ്മൾ മുമ്പൊന്ന് പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കാത്തവരുണ്ടാവാം, അതുകൊണ്ട് പറയാം. വിക്രം എന്ന് പറയുന്ന പേരിൻ്റെ പ്രചോദനം വിക്രം സാരാഭായ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാം, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാം, ISROയുടെ ആദ്യത്തെ ചെയർമാൻ. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. അദ്ദേഹത്തിനുള്ള ആദരസൂചകമായാണ് നമ്മൾ ഈ ചന്ദ്രയാൻ 2വിൻ്റെ പേടകത്തിന് എന്ത് പേരിട്ടിരിക്കുന്നത്? വിക്രം എന്ന് പേരിട്ടിരിക്കുന്നത്. വിക്രം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയതെന്ന് 2019 സെപ്റ്റംബർ 6. അപ്പോൾ 2019 ജൂലൈ 22 നമ്മൾ അയച്ച ചന്ദ്രയാൻ 2 സെപ്റ്റംബർ 6 എന്ത് ചെയ്തു? ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. സോഫ്റ്റ് ലാൻഡിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള പദ്ധതിയുമായിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ചെറിയ ചില സോഫ്റ്റ്വെയർ എറർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. പകരം ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ആ ഇടിച്ചിറങ്ങിയ ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സെപ്റ്റംബർ 6ആണ്. സെപ്റ്റംബർ 6ആണ്. ആ ഇടിച്ചിറങ്ങിയ ദിവസത്തിൻ്റെ ഒരിക്കലും മറക്കാതിരിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, കണ്ടുകൊള്ളൂ. 2019 സെപ്റ്റംബർ 6. ഈ 19 ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സെപ്റ്റംബർ 6ആണ്. സെപ്റ്റംബർ, ഞാൻ 2019 ഈ 9 എടുക്കുന്നു. 9 എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം എല്ലാവർക്കും അറിയാമല്ലോ. 9 എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, 9 എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ. അപ്പോൾ ഈ 9 നമ്മൾ എടുക്കുന്നു, സെപ്റ്റംബർ. ഇനി വേണ്ട എന്താണ്? 6 അല്ലേ? 6. ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് ഇടിച്ചിറങ്ങിയതിൻ്റെ പേരെന്താണ്? വിക്രം. ഇതുണ്ടോ? വിക്രം, VIKRAM. വിക്രത്തിന് എത്ര അക്ഷരമുണ്ട്? 1 2 3 4 5 6. വിക്രത്തിന് 6 അക്ഷരം. നമ്മൾ 6 അക്ഷരത്തിന് തീയതി ഏറ്റെടുക്കുന്നു. 6 സെപ്റ്റംബർ 6. 2019 9 നമ്മളെടുത്തു. ഈ വിക്രത്തിൻ്റെ 6 അക്ഷരം എടുത്തു. 2019 സെപ്റ്റംബർ 6-നാണ് എന്ത് സംഭവിച്ചത്? ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയത്. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ഇതാണ് ചിത്രം. ആ ചിത്രം ഞാൻ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതികളാണ്. മുത്തയ്യ വനിത എന്ന് പേരുണ്ടെങ്കിലും ആൾ വനിതയാണെന്നുള്ള സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ മുത്തയ്യ വനിതയുടെ പടം ഇപ്പോൾ കാണിച്ചത്. അതാണ് മുത്തയ്യ വനിത, വനിതയാണ്. ചന്ദ്രയാൻ 1 2 3 ഈ 3ൻ്റെയും ചരിത്രത്തിൽ പ്രോജക്റ്റ് ഡയറക്ടറായ ഒരേ ഒരു വനിതയുള്ളൂ. ആ വനിതയുടെ പേര് മുത്തയ്യ വനിത എന്നാണ്. അവരുടെ പേര് തന്നെ വനിത എന്നാണ്. അപ്പോൾ നമ്മൾ ആ മഹത് വ്യക്തിക്ക് ഒരു മനോഹരമായ പേര് നൽകുകയാണ്. നമ്മുടെ കോഡ് ഇതാണ്. ആ കോഡ് അവർക്ക് നമ്മൾ വളരെ ആദരവോടെ ഒരു പേര് നൽകുകയാണ്. മുത്തയ്യയുടെ ഒരു വഴി നമ്മളിങ്ങി മാറ്റുന്നു, മുത്തായ വനിത. ഇതാണ് നമ്മുടെ കോഡ്, മുത്തായ വനിത. മുത്തയ്യ വനിതയെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി വിളിക്കുന്ന പേര് മുത്തായ വനിത. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ മുത്തായ വനിത. ചന്ദ്രയാൻ 2 ISRO ചെയർമാൻ കെ ശിവൻ ആയിരുന്നു ചന്ദ്രയാൻ 2ൻ്റെ ISRO ചെയർമാൻ. അപ്പോൾ എല്ലാ ചെയർമാന്മാരുടെയും പേര് വെച്ചുകൊണ്ട് നമ്മൾ ചന്ദ്രയാൻ ഒരു പ്രത്യേക കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്, സുലൂസ് GK ട്രിക്സ്. ആ കോഡാണ് ശിവചന്ദ്രം. വിക്രം ലാൻഡർ ക്രാഷ് ലാൻഡ് ചെയ്ത സ്ഥലത്തിൻ്റെ പേര് തിരങ്ക. അപ്പോൾ വിക്രം ലാൻഡർ
സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ക്രാഷ് ലാൻഡ് ചെയ്തു. ആ സ്ഥലത്തിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. ആ പേരാണ് തിരങ്ക. ഇത് 2 സംസ്കൃത വാക്കുകൾ കൂട്ടിച്ചേർത്തൊരു പേരാണ്. ആ പേരിൻ്റെ അർത്ഥം ത്രിവർണ്ണ പതാക എന്നാണ്. ത്രിവർണ്ണ പതാക എന്നാണ് നമ്മളുടെ തിരങ്ക എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിതാൾ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്. ഇത് പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവനാണ്, ISRO ചെയർമാനായിരുന്നു. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിതാളാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമാണ്. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ ടെസി തോമസാണ്. നമ്മളൊരു ചെറിയ കോട ധരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ശിവനും ഋതുവും റോക്കറ്റിൽ, കലാമും ടെസിയും മിസൈലിൽ. ശിവനും ഋതുവും റോക്കറ്റിൽ, കലാമും ടെസിയും മിസൈലിൽ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.